കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇപ്പോഴൊരുങ്ങണം നെഞ്ചേ, ഇപ്പോഴൊരുങ്ങണം നെഞ്ചേ, ഇനി പിൽപ്പാടകട്ടെന്നു വൈക്കല്ലേ നീയും, ചിൽപ്പാരനേൽപ്പിക്കാം നിന്നെ. എന്നാൽ സോർപ്പൂരത്തിലെന്നും വാണിടാം, പിന്നെ മറന്നു പോകാതെ നീ മനമേ, മറന്നു പോകാതെ നീ മനമേ. വീട്ടിൽ വച്ചോ കാട്ടിൽ വച്ചോ, വീട്ടിൽ വച്ചോ കാട്ടിൽ വച്ചോ, അതി കോഷ്ടമുള്ള സമുദ്രത്തിങ്കൽ വച്ചോ, കട്ടിൽ കിടക്കയിൽ വച്ചോ, മൃത്യു വെട്ടുവാൻ മൂർച്ച കൂട്ടെന്നെങ്ങും വച്ചോ, മറന്നു പോകാതെ നീ മനമേ, മറന്നു പോകാതെ നീ. ജീവൻ പറന്നു പോയിടും വേഗം, ജഡം മണ്ണായിടുമേ, മറന്നു പോകാതെ നീ മനമേ. ജീവൻ പറന്നു പോയിടും വേഗം, ജഡം മണ്ണായിടുമേ, മറന്നു പോകാതെ നീ മനമേ, മറന്നു പോകാതെ നീ മനമേ. രോഗം ക്ഷാമം ശണ്ട കൊണ്ടോ, രോഗം ക്ഷാമം ശണ്ട കൊണ്ടോ, വിഷനാഗം ദുഷ്ടമൃഗം പിന്നിടി കൊണ്ടോ, വേറെ വിപത്തുകൾ കൊണ്ടോ, ജീവൻ മാറും കായം മണ്ണായി തീരും നീ കണ്ടോ, മറന്നു പോകാതെ നീ മനമേ, മറന്നു പോകാതെ നീ മനമേ. ജീവൻ പറന്നു പോകും വേഗം, ജഡം മണ്ണായിടുമേ, മറന്നു പോകാതെ നീ മനമേ, മറന്നു പോകാതെ നീ മനമേ. നമ്മുടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഈ പകൽ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും ദൂരത്തിരുന്ന് ശ്രവിക്കുന്നവർക്കും ശേഷമായിട്ട് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഈ മധ്യാഹ്ന സമയം വന്ദനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രാവശ്യത്തെ ഇവിടെ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ പകൽ ഒന്നിച്ചു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം. നേരിടുന്ന പരീക്ഷ ആർക്ക് നേരിടുന്നത്? ദൈവമക്കൾക്ക് നേരിടുന്ന അതാണ് നമ്മുടെ തലക്കെട്ട്. സ്തോത്രം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക്
നേരിട്ടിട്ടില്ല. കാരണം ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ പോക്കുവഴി ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ചിന്തിച്ചു വന്ന പാഠം, ആർക്കാണ് പരീക്ഷ? ഇന്നലെ ചിന്തിച്ചതാ. ആർക്കാ പരീക്ഷ? ദൈവമക്കൾക്ക്. അവിടെ കൊടുത്തിരിക്കുന്ന 2 പദമാണ്. നിങ്ങൾ, വാക്യത്തിൽ 2 പ്രാവശ്യം നിങ്ങൾക്കെന്നാണ്. അപ്പോൾ ഇതാർക്കാണ് ഈ പരീക്ഷ? ദൈവമക്കൾക്ക്. അവിടെയും ഇവിടെയും എവിടെയും. വായിച്ച 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, 1-ഉം 2-ഉം വായിച്ചു. ആ 10-ാം അധ്യായത്തിലും കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്ക് പ്രത്യേക നിങ്ങൾ, നമ്മൾ, നമ്മുടെ, നാം എല്ലാവരും. 10-ാം അധ്യായത്തിന്റെ 14 പ്രിയന്മാർ. 10-ന്റെ 14 പ്രിയന്മാരെന്നാ. പ്രിയന്മാര്. അപ്പൊ പ്രിയന്മാര്, നിങ്ങൾ, നമ്മുടെ, ഞങ്ങൾ, നാം, അവിടെയും ഇവിടെയും എവിടെയും ചിതറി പാർക്കുന്ന വിശുദ്ധന്മാർ. അങ്ങനെയുള്ളവർക്കാണ് പരീക്ഷ. അതെ. ഇനി 2-ാമത്തെ അവിടുത്തെ ചിന്താവിഷയം, നമുക്ക് സഹിക്കാവുന്ന പരീക്ഷയെ ദൈവം തരും. സഹിക്കാൻ പറ്റാത്തതൊന്നും സ്തോത്രം, സ്തോത്രം. എനിക്ക് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാവുന്നത് ദൈവം തരുവുള്ളൂ. പ്രവാചകൻ അതിന് തത്തുല്യമായിട്ടൊരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത്, കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുകയല്ല, ജീരകത്തിന്മേൽ ചക്രം കയറ്റി മറിക്കുകയില്ല. പിന്നെ എന്തോ ചെയ്യുമെന്നാ? ചെറിയ വാടിയെടുത്ത് അടിക്കും. കരിഞ്ജീരകത്തിന്റെ പുറത്ത് മെതിവണ്ടി കെട്ടിയാലോ? നമുക്ക് സഹിക്കാൻ പറ്റുന്നത് ദൈവം തരുവോളെന്ന്. സ്തോത്രം, സ്തോത്രം. മനസ്സിലാകുന്ന ഭാഷ വേണേ പറയാം. മനസ്സിലാകുന്ന ഭാഷ. അരിയോ പയറോ അല്ലെ എന്തുണ്ടല്ലോ കടലയോ അല്പം പൂപ്പ് വന്നല്ലേ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കുക, അല്ലെ പച്ചയ്ക്ക് മറിച്ചത് ഉണക്കുക. ഈ റോഡിലെ ടാറിങ്ങിന് ഉരുട്ടുന്ന സാധനം അതിന്റെ പുറത്തൂടെ വിടുവോ? വിട്ടാ അത് കാണുമോ? അപ്പൊ കരിഞ്ജീരകവും ജീരകവും മെതിവണ്ടി കയറ്റി ദൈവം ചെയ്യത്തില്ല. യെശയ്യാ പ്രവചനം 28:27. ജീരകം ഏറ്റവും ചെറുതാ. എത്ര ജീരകം എത്ര തരം ഏതല്ല? ഒരു ക്ലാസും കൂടെ തരിക. ആട്ടെ, ഉള്ളതാട്ടെ. കാട്ടുജീരകം, കരിഞ്ജീരകം, പെരുംജീരകം, ജീരകം 4. ആട്ടെ, ഈ യോഗത്തിന് വന്നുകൊണ്ട് ജീരകം എത്ര ഉണ്ടെന്നെങ്കിലും ഒരു സ്വോത്രം പറയുന്നില്ല, കൈയടിക്കുന്നില്ല, പാടുന്നില്ല. ആട്ടെ, ജീരകം എത്രയുണ്ട്? അങ്ങനെ ഒരു പാഠമെങ്കിലും നടക്കട്ടെ. ഇത് അടുക്കള കയറി ജോലി ചെയ്യുന്നവർക്ക് ഇതൊക്കെ താല്പര്യം വരുവുള്ളൂ. എന്നും പുതപ്പനടി കിടക്കുകയാണെങ്കിൽ എത്രയായാലും ആട്ടെ ജീരകം എനിക്ക് തന്നെ. ഇപ്പം അപ്പൊ കാട്ടുജീരകം, കരിഞ്ജീരകം, പെരുംജീരകം, നല്ല ജീരകം, ഇങ്ങനെയുള്ള ജീരകം കരിഞ്ജീരകത്തിന്മേലും ജീരകത്തിന്മേലും മെതിവണ്ടിയും വണ്ടിച്ചക്രോ കയറ്റുകയല്ല. നിനക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയല്ല. ദൂരത്തിന് നിന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, നിനക്ക് സഹിക്കാൻ പറ്റുന്നത് ദൈവം തരുവുള്ളൂ. അതുകൊണ്ട് ചുമ്മാ കയറി കീർവാണമൊന്നും പറയരുത്. ഞാനായതുകൊണ്ടാ ഇതെല്ലാം ഇങ്ങനെ പറ. സഹിച്ചിങ്ങനെ എങ്ങനെ നിൽക്കുന്നു? അതുകൂടെ പറഞ്ഞതാ. ഞാനായതുകൊണ്ടാ ഇതെല്ലാം സഹിച്ചിങ്ങനെ നിൽക്കുന്നു. എങ്ങനെ നിൽക്കുന്നു? ഇങ്ങനെ അധികം നിൽക്കാതിരിക്കുന്നതാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
എനിക്ക് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതേ നമ്മുടെ ദൈവം തരൂ. അങ്ങനെ മനുഷ്യരാകുന്ന നാം നമ്മുടെ മക്കളുടെ മേൽ അധികം ഭാരമുള്ളത് വെക്കത്തില്ലെങ്കിൽ സകല ജഡത്തിന്റെയും ദൈവമായ ഉടമസ്ഥനായ പിതാവായ ദൈവം നിനക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നും തരികയില്ല. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക ദൈവമക്കൾ, നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം ഒന്നും തരികയില്ല. ഒരു കാര്യവും ദൈവം തരികയില്ല. അപ്പൊ ഇപ്പൊ അനുഭവിക്കുന്ന വ്യതകളും വേദനകളും പ്രശ്നങ്ങളുണ്ട് ഓർത്തണം. ദൈവം അറിഞ്ഞ ഇത് സഹിക്കാനും വഹിപ്പാനും പ്രാപ്തിയും കൃപയും വൈഭവശേഷിയും ഉള്ളത് കൊണ്ടാണ് ഇത് ദൈവം തന്നിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഈ പ്രാപ്തി അനുസരിച്ചല്ലേ ദൈവം തരുന്നേ? അങ്ങനെ പ്രാപ്തി അനുസരിച്ച്. എനിക്ക് നിങ്ങളെ ചൊവ്വന് അറിയത്തില്ല, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല, എന്നെ നിങ്ങളെ ദൈവത്തിന് അറിയാം. എന്തോ തന്നാൽ സ്വീകരിക്കും, ഇതെങ്ങനെ കൊണ്ടുപോകും, കൈകാര്യം ചെയ്യും, വിനിയോഗിക്കുമെന്ന് ദൈവത്തിന് അറിയാം. അതേ ദൈവം തരുവുള്ളൂ. പിന്നെ ഈ പരീക്ഷയും അല്ലെങ്കിൽ ഈ കഷ്ടതയും പരീക്ഷയൊക്കെ ഏകദേശം ജീവിതത്തിലുണ്ടല്ലോ. ചിലക്ക് കഷ്ടങ്ങളാ, ചിലക്ക് പരീക്ഷ, കഷ്ടതയോടുകൂടെ പരീക്ഷ, അല്ലെ പരീക്ഷയോടെ കഷ്ടങ്ങളുണ്ട്. ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് പരീക്ഷ അല്ലെങ്കിൽ കഷ്ടത അത് ഈ അല്പം ഉണ്ടെന്നൊന്നുമല്ല, അതിൻ്റെ നടുവിലാണെന്ന. കഷ്ടതയുടെ അങ്ങനെ, പക്ഷെ എന്നാലും നീ എന്നെ ജീവിപ്പിക്കും. അതാ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കുകയല്ല. ചില പറയുന്നുണ്ട്, പാസ്റ്റർ ഒരു നല്ല വീട് വെച്ചിട്ട് വേണം യോഗം, നിന്റെ ആയുഷ് നടക്കുകയില്ല, നടക്കത്തില്ല. നിനക്ക് വീടും കിട്ടുകയില്ല, യോഗം തൊട്ട് ചിലപ്പോ ഒരു ചെറിയ ഓലപ്പരയായിരിക്കും, അല്ലെ ചെറ്റക്കൂടില്ല, അതിനകത്ത് ആദ്യം യോഗം വെക്ക്, അന്നേരമാദ്യം വിശാലത തരുന്നത്. അല്ല നീ കെട്ടിടം വെച്ചേച്ച് യോഗം വെക്കാൻ, കെട്ടിടം ചിലപ്പോൾ വെക്ക്, നീ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? യോഗം നടത്താൻ ആളിനെ കിട്ടുമെന്ന് എങ്ങനെ അറിഞ്ഞു? സ്തോത്രം. എല്ലാം ക്രമീകരിച്ച് വെച്ച് പിള്ളേർക്ക് ഭാവിയല്ല, നല്ല ജോലി കിട്ടി വെച്ച് വേണം എനിക്ക് എല്ലാവരും വിളിച്ച് ശരിക്കും ഒരു ഭക്ഷണം നടക്കുകയില്ല. ഒന്നെങ്കിൽ പിള്ളേരെ അനുവദിക്കുകയില്ല, അല്ലെങ്കിൽ കഴിക്കാനുള്ളവർക്ക് അന്നേരം ദീനമാകും, ഇല്ല അത് ശരിയാകുകയില്ല. ഈ കഷ്ടതയുടെ നടുവിൽ വേണം ഇത് ചെയ്യാൻ. സ്തോത്രം. കഷ്ടത എന്ന കഠിനശോധനയിൽ കൂടി കടന്നു പോകുമ്പോഴും അവര് ധാരാളം ഔദാര്യം കാണിച്ചെന്നാണ്. അപ്പൊ ഈ കഷ്ടതയുടെ നടുവിൽ കൂടെ പോകുമ്പോൾ നന്മ ചെയ്യേണ്ടത് അല്ല, കഷ്ടതയെല്ലാം തീർന്നാച്ചല്ല, പക്ഷെ എനിക്ക് ഒത്തിരി പേർക്ക് നന്മ ചെയ്യണമെന്ന് ഉണ്ട്. എനിക്ക് ഒത്തിരി ഞാനും സൂസനും കൂടെ എപ്പോഴും ഇരുന്ന് പറയും, ഇടി നമ്മുടെ ഈ കഷ്ടതയെല്ലാം തീർന്നിട്ട് വേണം നമുക്ക് എല്ലാവർക്കും ഒന്ന്. ഞങ്ങൾ ഇന്നലെയും രാത്രി അത്താഴ ഊണ് കഴിഞ്ഞ് ഞങ്ങൾ തിന്നായിരുന്നു വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നമുക്ക് കഷ്ടതയെല്ലാം തീർന്നിട്ട് വേണം കുറച്ച് പേർക്ക് നന്മ ചെയ്യാൻ. അവളും പറഞ്ഞ ഞാനും അതാ ചിന്തിക്കാച്ച, ഇപ്പൊ നമുക്കൊന്നും ചെയ്യണ്ട, ഇതില്ല. എടാ കഷ്ടതയുടെ തീച്ചൂളയ്ക്കിടെ പോകുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങളാണ്ട പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 19 തോന്നുന്നു, ഒന്ന് വായിച്ചേ. അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട്, ആ പദം കണ്ടോ, ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് നന്മ ചെയ്യണം. അപ്പൊ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ പോകുമ്പോൾ ആ നന്മ ചെയ്യേണ്ടത്. ആമേൻ. ഇത് ചിലര് പറയുന്ന ഭാഷ, നിങ്ങളുടെ അമ്മ എപ്പോഴും പറയുന്നതാ, കുട്ടനാടല്ലേ, പഴയ ഭാഷയാ, എല്ലാവർക്കും അത്ര സുഖകരമായി തോന്നുകയില്ല. അലക്കൊഴിഞ്ഞേച്ച് എങ്ങനെ ആ പെണ്ണ് കെട്ടുന്നത്, അവന് പെണ്ണ് കെട്ടണമെന്നില്ല, എന്നും അലക്ക. സ്തോത്രം. ആമേൻ. കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ പോകുമ്പോൾ നന്മ ചെയ്യണം. യെസ്. ആ ഇടങ്ങഴി അരിയേ നിന്റെ വീട്ടിലുള്ളൂ, പക്ഷെ അപ്പുറത്തുകാർക്ക് കഞ്ഞി വെക്കാൻ അല്ലെങ്കിൽ ഇടങ്ങഴി നിന്ന് നാടി അവിടെ കൊടുക്കണം. അല്ലാതെ ഒരിയാൾക്ക് അരി എടുത്തിട്ട് വേണം അവർക്ക് 2 കിലോ അരി
നിന്റെ ആയുഷ് നടക്കുകയല്ല. ഇടങ്ങടി അരി നിന്റെ വൈകിട്ട് അരി വെക്കാൻ വെച്ചിരിക്കുക, ഇടങ്ങടി അരി. അന്നേരം തൊട്ടപ്പുറത്തുകാർക്ക് സന്ധ്യക്ക് കഞ്ഞി വെക്കാൻ അരിയില്ല. അപ്പൊ ചെയ്യേണ്ടത് ഈ ഇടങ്ങടിന്ന് നാഴി എടുത്ത് അവൾക്ക് കൊടുക്കണം. മുന്നാഴിക്കകത്ത് അല്പം കൂടെ വെള്ളം കൂട്ടി ഉപ്പിട്ട് കഞ്ഞിയായിട്ട് അന്ന് കുടിച്ചേക്കണം. ചോറ് കൊടുക്കുമ്പോഴല്ലേ തികയാത്ത. കഞ്ഞിയും വെള്ളം കൂടെ ആകുമ്പം എല്ലാവർക്കും ബുദ്ധി പറഞ്ഞു തരാം. നല്ല എരിവുള്ള അച്ചാറോട് ചേർത്തണം, അധികം കുടിക്കുകയല്ല. അതിനൊക്കെ ബുദ്ധി പറഞ്ഞു കൊടുക്കണ്ടേ? ബുദ്ധിയാ. പണ്ട് സ്ഥലമൊന്നും ഞാൻ പറയത്തില്ല, എനിക്ക് വളരെ പരിചിതരാ. അപ്പം ആ വീട്ടിലെ ഒരു പാസ്റ്ററും ഫാമിലിയാ. ആ സഹോദരി ഭക്ഷണം ഉണ്ടാക്കി. അപ്പം ഞങ്ങൾ ഭക്ഷണത്തിന് ഇങ്ങനെ കഴിച്ചപ്പം നല്ല ഭക്ഷണം. ഞാൻ പറഞ്ഞു നന്നായിരിക്കുന്നല്ലോ എന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാ? അപ്പം അദ്ദേഹം പറഞ്ഞ് അവൾ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ ചോദിച്ചാൽ അതങ്ങനെ എപ്പോഴും രുചികരമായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ എപ്പോഴും ഉണ്ടാക്കാൻ പറയുകയും ചെയ്യണം, ആൾക്കാരും ഇഷ്ടം പോലെ വരും. എങ്ങനെയുണ്ട് ബുദ്ധി? എപ്പോഴും നല്ലതുപോലെ ഉണ്ടാക്കി കൊടുത്തേക്കും. അമ്മാമ്മയുടെ മീൻ കൂട്ടാൻ നല്ലതാന്ന് ഇച്ചിരി കൂടെ അമ്മാമ്മയ്ക്ക് അടുക്കള. പുള്ളിക്കാരുടെ ബുദ്ധിയാ. അതല്ല, അങ്ങനല്ല. സ്തോത്രം. ഇത് കഷ്ടതയുടെ തീച്ചൂടേക്കൂടെ പോകുമ്പോൾ ആ നന്മ ചെയ്യുന്നത്. അല്ലാതെ കഷ്ടതയെല്ലാം മാറി പ്രശ്നങ്ങളെല്ലാം ഒന്ന് തീർന്നേച്ചേ എനിക്ക് കുറച്ച് പേർക്ക് നന്മ ചെയ്യാൻ ഉണ്ട്. ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടിട്ടുണ്ട്. ചാക്കോച്ചൻ വാക്കേല്, ലൂയിസ് കുട്ടി ചെറുവട്ടക്കാട്ട്, തങ്കച്ചൻ പാലാമടം, തങ്കമ്മ ചെന്നാട്ട് അല്ല എൻ്റെ ലിസ്റ്റിൽ പെട്ടതാ. ഇതെല്ലാം മാറിയേച്ച് വേണം എനിക്ക് അവർക്ക് എൻ്റെ ആയുസ് നടക്കുകയല്ല. ആ കഷ്ടതയുടെ തീച്ചൂളിൽ കൂടെ പോകുമ്പോൾ ആ നന്മ ചെയ്യേണ്ടത്. സ്തോത്രം. അതാ ദൈവപ്രസാദം. അല്ല, കാര്യങ്ങളെല്ലാം പരിഹരിച്ചേച്ച് നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ ആയുസ് നടക്കുകയല്ല. 3 പേര് വീട്ടിൽ വന്നപ്പോൾ അബ്രഹാമിന് 100 വയസ്സാകാൻ പോകുന്നു. സാറായിക്കാണ്ട് 89, 90 പ്രവേശിക്കുന്നു. പ്രായം ഒത്തിരി ബുദ്ധിമുട്ടാണ്. 2 പേർക്കും പ്രായമുണ്ട്. എന്നാലും 3 പേരെ കണ്ടപ്പം അകത്തോട്ട് ഓടിപ്പോയെന്നാണോ? കണ്ടോടനെ അങ്ങോട്ട് ഓടിച്ചെന്ന്. നമ്മളന്നെ കണ്ടോടനെ അകത്തോട്ട് ഓടിപ്പോ കഥകിന് കുറ്റിയിട്ട് കർട്ടനും മാറ്റിയിട്ട് മിണ്ടുകയില്ല. മൊബൈൽ സൈലന്റ് ആക്കി, അഥവാ അങ്ങനെ അടിച്ചാൽ അവർ കേൾക്കുകയില്ല അകത്ത് ആളുണ്ടെന്ന്. നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്. സാറയ്ക്ക് നിർജീവാവസ്ഥയാ. അബ്രഹാമിനും നല്ല പ്രായമാണ്. ശാരീരിക ക്ഷീണം കാണും ഇല്ലേ? ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി കാണും. എന്നാലും ആ മനസ്സ് നോക്കിക്കേ, ഓടി ചെന്ന് നിലം വരെ കുനിഞ്ഞ് അസാരം വെള്ളം കൊണ്ടുവന്ന കാല് വാരാന്നല്ല, കാല് കഴുകാം. പാസു വീട്ടിൽ വരവാ, ഞങ്ങൾ ഒത്തിരി നാളുണ്ട് പാസു എന്ന് കാലേ വാരി അടിക്കണമെന്ന് ചിന്തിക്കുക. അങ്ങനല്ല പറഞ്ഞു, കാലൊന്ന് കഴുകാം. 1 മുറി അപ്പം പറഞ്ഞത് 1 മുറി ആമ്പേലും കൊടുത്തത് 1 മുറി ഒന്നുമല്ല. നമ്മൾ പറയുന്നത് വലിയ വകുപ്പിൽ പറയും. ഒരു ഇടങ്ങടി അപ്പം തരാം, കൊടുക്കുന്നതോ ആ കഷ്ടതയുടെ തീച്ചുകൂടെ കൂടെ പോകുമ്പോൾ നന്മ ചെയ്യണം. അത് ദൈവത്തിന് പ്രസാദമാണ്. ആട്ടെ, ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരിക. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കഷ്ടത അല്ലെങ്കിൽ പരീക്ഷകള് കടന്നു വരുമ്പോൾ അതിന് നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആ പരീക്ഷ അല്ലെങ്കിൽ ദുരിതം കഷ്ടതയുടെ നടുവിൽ കൂടെ പോകുമ്പോഴും നന്മ ചെയ്തോണം. സ്തോത്രം. അത് ദൈവത്തിന് പ്രസാദമാണ്. എല്ലാം ക്രമീകരിച്ചിട്ട് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, ആർക്കും ഒക്കത്തില്ല. ഇല്ല, ചക്രം ചവിട്ടുന്നത് പോലെ ഇല വന്നുകൊണ്ടിരിക്കും. ഒന്ന് ചവിട്ടുമ്പം ഇങ്ങനെ ചവിട്ടി നിൽക്കേണ്ടി വരും. ഇതിന്റെ നടുവിലാ ചെയ്യേണ്ടത്. ചിലര് എല്ലാം ക്രമീകരിച്ചു അതൊക്കെ പക്ഷെ എനിക്ക് എല്ലാം ഒന്ന് ക്രമീകരിച്ചു വേണം സുവിശേഷ വേലയ്ക്ക്. അന്നേരം മൈസി ഒന്ന് മുക്കോടും കൂടി ആർക്കും വേണ്ട ഇണക്ക് തെറ്റി നടക്കുന്നത്. എവിടെ പോവാ? ട്രാക്ട് കൊടുക്കാൻ പോവുക. ആക്കമുള്ള കാലത്തോ
അങ്ങനെ വരുന്നവര് വേണ്ടെന്നല്ല, നല്ല ഓജസ്സും ആരോഗ്യവും ഉശിരും ഉന്മേഷമുള്ളപ്പം വേണം ചെയ്യാൻ. ഈ കഷ്ടതയും പരീക്ഷയൊക്കെ വരുമ്പോ അത് നമ്മളതിൽ തികഞ്ഞവരാകണം. കർത്താവ് അതാ മാതൃക കാണിച്ചു തന്നത്. അതിലെല്ലാം തികഞ്ഞവനാകുന്ന എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അറിവുള്ള വാക്യം എന്നാലും ഒന്ന് വായിച്ചു. സകലത്തിന്റെ ലാക്കും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കണം. ഇതിൽ തികഞ്ഞു വരണം. ചുമ്മാ ഒരു മൂക്കടപ്പ്, ഒരു കാലിന് വേദന, അതൊന്നും അല്ല കട്ടത. ഇങ്ങോട്ട് വന്നപ്പോ പശു എന്നെ നോക്കി കൊമ്പ് കുറ്റി, അത് കട്ടതയാണോ? ഞാൻ ഇറങ്ങിയപ്പോ വണ്ടി വിട്ടുപോയി, അമ്മക്കുട്ടി വിട്ടുപോയി. നാം അറിയക്കുട്ടി വരും, അവിടെ വെയിറ്റ് ചെയ്യണം. ഇതാണ് കട്ടത. സ്തോത്രം. കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവരാകണം. അതിന് നല്ല മാതൃക അവിടെ നിന്ന് കാണിച്ചാ പോയത്. ഇങ്ങനെയുള്ള കഷ്ടങ്ങളിലൊക്കെ പ്രശംസിച്ചോണം. ഇതൊരു വരമാണ്. ആട്ടെ, ആ ഭാഗം വിട്ടേക്കാം. അപ്പോൾ ഈ പരീക്ഷ ആർക്കാണ് പരീക്ഷ? നമുക്ക്, ദൈവമക്കൾ, വേർപെട്ട ദൈവമക്കൾക്ക് പരീക്ഷ ഉണ്ട്. സ്തോത്രം. നമുക്ക് രണ്ട് സഹിക്കാവുന്ന പരീക്ഷയെ ദൈവം നമുക്ക് തരികയുള്ളൂ. ഇന്നലെ ചിന്തിച്ചത് 3 പരീക്ഷ സഹിക്കണം, ഒഴിഞ്ഞു മാറരുത്. പരീക്ഷ അല്ലല്ല, പരീക്ഷയുടെ സമയത്ത് വയറ്റ് വേദനയാ. സ്തോത്രം. ഞങ്ങൾക്കൊരു പയ്യനുണ്ടായിരുന്നു, വയറ്റ് വേദന എപ്പോഴും അവനങ്ങ് വയറ്റ് വേദനയാണ്. പരീക്ഷയുടെ സമയത്ത് അവനെ എന്നും കുറ്റിയിട്ട് വെച്ച് ബാത്റൂമിൽ ഇരിക്കുക. പരീക്ഷ വരുമ്പോഴാണ്. അല്ലെങ്കിൽ ഒരു കുഴപ്പം എന്നും വല്ലപ്പോഴും വന്നേ സഹിക്കാം. എന്നും കാലിന് വേദന. പരീക്ഷ സഹിക്കണം. ദൈവമക്കളെല്ലാം ഓർക്കണം, പരീക്ഷ സഹിക്കണം. സഹിച്ചു കഴിയുമ്പോൾ ആള് ക്ലിയർ ആയത് ഇല്ലയോ എന്ന് അറിയുന്നത്. സ്തോത്രം, സ്തോത്രം. നന്നായിട്ട് സഹിക്കണം. അപ്പൊ അത് സഹിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരും. അതിനായി ഉപവാസവും പ്രാർത്ഥനയും. ഈ ഉപവസിച്ച് ഭക്ഷണം വെടിഞ്ഞ് ദൈവസന്നിധിക്ക് പലരും ഇരുന്ന് ജാഗരിച്ച് പ്രാർത്ഥിക്കുന്നത് അല്ല. ഉപവാസ പ്രാർത്ഥന വീട് വെക്കാനും, വണ്ടി മേടിക്കാനും, മത്ത് മേടിക്കാനും, പെണ്ണിനെ കെട്ടിക്കാനും, അവൻ വിസ അടിക്കാനും, അവൻ ലോറി മേടിക്കാനും, കാറ് മേടിക്കാനും ഒന്നുമല്ല. അതൊക്കെ അതിന്റെ പുറകെ നടന്നോളും, മുറക്കെ നടന്നോളും. ഉമ്മ ഇരുന്ന് വെക്കാൻ ഉപവസിക്കുന്നുണ്ട്. അന്നേരം നിനക്ക് വീടും വണ്ടിയും കാറും തരേണ്ടതൊക്കെ ദൈവം തന്നോളുമെന്ന്. അതിനായിട്ട് കിടന്ന് കടിപിടി കൂട്ടി പ്രാർത്ഥിക്കൊന്നും വേണ്ട. നമ്മുടെ ആവശ്യം അറിയുന്നവനല്ലയോ ദൈവം. സ്തോത്രം. അപ്പൊ ഈ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ, അക്രമമുള്ള അനീതിയുള്ള ഈ ലോകത്തിൽ, വല്ലാത്ത ലോകത്തിൽ, പൗലോസിന്റെ ഭാഷ പറഞ്ഞ വഞ്ചകന്മാരും മായാവികളുമുള്ള ലോകം, ഈ ലോകത്തിൽ ഇതിനെയൊക്കെ തരണം ചെയ്ത് അതിജീവിച്ച് വിശ്വസ്തരും വിശുദ്ധരുമായി നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കണം. സ്തോത്രം. അപ്പൊ ഇത് സഹിക്കണം. പരീക്ഷ സഹിക്കണം. യാക്കോബ് അങ്ങനല്ലേ പറഞ്ഞേക്കുന്ന 1:12. എന്തുവാ പറഞ്ഞു? സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അയ്യോ, ഭാഗ്യവാന്നാ. നമ്മൾ വല്ലച്ചാതി ഇത് മാറാനാ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് യാക്കോബ് പറയാ, ഇത് സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ എങ്ങനെയാലും ഇത് മാറി കിട്ടാൻ ഭാര്യാപുരം ഉണ്ടോ അവിടെ? നമ്മുടെ മാങ്ങാനം ജോസഫ് അപ്പച്ചനുണ്ടോ? അവരെല്ലാം പോയി. എന്തിനാ? എങ്ങനെയാലും ഇതൊന്ന് 14 തങ്കമാമയുണ്ടോ? തങ്കമാമയൊക്കെ പോയി. നമുക്ക് തലവിടി കുഞ്ഞാനിടെ കൊണ്ട് പോവാ. ഒന്നേ പുള്ളിയുടെ കൊണ്ട് പോവാ, അല്ലെ പുള്ളി ഇങ്ങോട്ട്. എന്തിനാ ഇതെല്ലാം ഒന്ന് മാറാൻ? ദൈവം വെച്ചിരിക്കുന്ന. അന്നേരം കുഞ്ഞായി നോക്കിയാ മാറുമോ? തങ്കമ്മ നോക്കിയാ മാറുമോ? അനീഷ് കാവാലം നോക്കിയാ മാറുമോ? നീ പിന്നെ ഈ വിഡ്ഢിത്തരമെല്ലാം വിളിച്ചെഴുന്നള്ളിക്കുന്നത് മാറാൻ. സ്തോത്രം. ഇത് ദൈവം വെച്ചതാന്ന്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അയ്യോ, അത് ഭാഗ്യമാ. അടുത്ത വാക്യം, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. ഇത് കഴിയുമ്പോൾ ആള് ക്ലിയർ ആയില്ലോ എന്ന് അറിയുന്നത്.
പരീക്ഷ സഹിച്ചു കഴിയുമ്പോൾ ആ ആള് എങ്ങനുണ്ടെന്ന് അന്നേരം അറിയുന്നത്. അല്ല, പഠിക്കുന്ന സമയത്തൊന്നും അറിയത്തില്ല. പഠിക്കുന്ന സമയത്ത് ബാഗുമായിട്ട് പോകുന്നുണ്ട്, ചോറ് കൊണ്ടുപോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്തുവാ ഇതിൽ ഐസ് മേടിച്ച് കഴിക്കുന്നുണ്ട്, കയറിപ്പോയ കൊണ്ടാക്കും, ഷട്ടിടുന്നുണ്ട്, മാനിടുന്നുണ്ട്, തേക്കുന്നുണ്ട്, എല്ലാം അതൊക്കെ ആവശ്യമാണ്, നല്ലതാ. സ്തോത്രം. ഹാജരുമുണ്ട്. പരീക്ഷ കഴിയുമ്പോൾ ആള് എങ്ങനെയാണ് തെളിയുന്നത്? ക്രിസ്തീയ ജീവിതത്തിലും ഇതാ. ഹാളുണ്ട്, തമ്പേറുണ്ട്, മൈക്ക് സെറ്റ് ഉണ്ട്, പാസ്റ്റർമാരുണ്ട്, പ്രസംഗമുണ്ട്, പാട്ടുണ്ട്, സിയോൻ ഗീതാവിലെ 3000 ചിപ്പാന തമ്പേർ സ്റ്റൂളെ വെച്ചടിക്കുന്നു, താത്ത് വെച്ചടിക്കുന്നു, ഇരുന്നുകൊണ്ട് മൃദംഗം വായിക്കുന്നു, ഹാർമോണി, ഇതൊക്കെ നല്ലതാ. നല്ല പാട്ട് പാടുന്നു, അതെല്ലാം നല്ലതാ. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആളെങ്ങനെയാണെന്ന് അറിയുന്നത്. അന്തരീക്ഷമല്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരെയും പിടികിട്ടുകയല്ല. പരീക്ഷ തകറ്റ് കഴിയുമ്പോൾ അറിയാം ആളെങ്ങനുണ്ട്, കൊള്ളാവുന്നവനാണോ കൊള്ളാവുന്നവളാണോ തെളിയുന്നു. തെളിഞ്ഞ ശേഷം ചൂടും പൊൻകിരീടം സിംപ്രഭാതത്തിൽ മാറും അന്ധകാരം നീങ്ങും ചിന്താഭാരം ഖേദമോ പോയി പോകും പ്രിയൻ വന്നാൽ പ്രിയൻ വന്നാൽ പ്രിയൻ വന്നാൽ എൻ ഖേദമോ പോയി പോകും പ്രിയൻ വന്നാൽ. ഇത് കഴിയുമ്പോഴാണ് ശരിയാണോ ഇല്ലയോ എന്ന് അറിയുന്നത്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. 4ാമത്തെ പോയിന്റ് നമ്മൾ ഇന്നലെ ചിന്തിച്ച് നടത്തിയത്, പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കത്തിന് ദൈവം. പരീക്ഷയോടുകൂടെ ആ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. ഉദാഹരണമായിട്ട് ചെങ്കടൽ തീരത്ത് വന്ന് ഇസ്രായേൽ മക്കള് നിൽക്കുക. വലിയ പരീക്ഷ സമയമാണ്. മുൻപിൽ ചെങ്കടല് വായും പിളർന്നു നിൽക്കുന്നു, ഇരുവശവും പർവ്വതം, പിറകിൽ ഫറവോന്റെ സൈന്യം. അവനാണ് സകല സജ്ജീകരണത്തോടാ പുറകെ വന്നത്. നിങ്ങൾ 14:6 വായിച്ച്, 14:6. പിന്നെ അവർ രഥം കെട്ടിച്ച് വിശേഷപ്പെട്ട 600 രഥം. അപ്പൊ ഇസ്രായേലിന്റെ പുറകെ വരിക വിശേഷപ്പെട്ട 600 രഥം, രഥമെല്ലാം കെട്ടിച്ച് വിശേഷപ്പെട്ട 600 രഥം. പിന്നെ മിസ്രയീമിലെ സകല രഥങ്ങളെയും, അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും. അപ്പൊ ശ്രദ്ധിക്കുക, സകല രഥങ്ങളും വിശേഷമായ 600 എണ്ണം, അത് സെലക്റ്റഡ് ആണ്. ഇതിനെല്ലാം കൂട്ടി ഇസ്രായേൽ മക്കളുടെ പിറകെ വരിക. അന്നേരം ഈ തമ്പുരാന് മോശയോട്, നിങ്ങളെ സന്ദർഭം മനസ്സിലാക്കണം, മുമ്പിൽ ചെങ്കടൽ, ഇരുവശവും പർവ്വതം, പിറകിൽ പർവ്വം വരിക. ഇവര് കുറച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞു, ഒരു 5-6 കൂട്ടം കാര്യം അത് ഞാൻ പറയാം. അപ്പൊ തമ്പുരാൻ മോശയോട് പറഞ്ഞൊരു കാര്യം ചെയ്യ, നീ വടി കിടത്തി ചെങ്കടലിന്മേൽ കടലിന്മേൽ നീട്ട്. അന്നേ നീ ഒരു കാര്യം ചെയ്യ, ഇവരോട് പറ മിണ്ടരുതെന്ന് പറ. ഒരെണ്ണം ഇനി മിണ്ടിയേക്കരുത്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ നിന്റെ പൊന്നുനാവ് തുറക്കരുത്, മിണ്ടിപ്പോകരുത്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ഒരെണ്ണം മിണ്ടിയേക്കരുത്. അതിനെ മിണ്ടരുതെന്ന് പറഞ്ഞത്. എസ്തേറിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, നീ മിണ്ടാതിരുന്നാൽ അവിടെ മിണ്ടണമെന്ന്. യഹൂദന് ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് രക്ഷയും വരും, നീ നിന്റെ കുടുംബത്തിൽ അവർ പറഞ്ഞത് മിണ്ടണമെന്നാ. ഇപ്പൊ പറയുക അവിടെ ഒരുത്തം പറഞ്ഞു, യേശുവേ ദാവീദ് പുത്ര എന്നോട്. അന്നേരം മെയിൻ ആൾക്കാർ മിണ്ടായിക്കടാ. സ്തോത്രം. ആണ്, ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല. ഇവിടെ ഇസ്രായേൽ മക്കളോട് മോശ പറയുക, മിണ്ടരുത്. കമാന്നൊരക്ഷരം, അതിനങ്ങനെ പറയാൻ കാര്യം എന്നെ കൊച്ചമ്മ അങ്ങനെ പറയാൻ കാര്യം ഇങ്ങോട്ട് തന്നെ നോക്കി പറ. ഇവര് നല്ല കാര്യം ഒന്നും മിണ്ടുകയല്ല.
നാവ് തുറന്നാൽ ആവശ്യമില്ലാത്തത് അതാ. അതുകൊണ്ടാ പറഞ്ഞു മിണ്ടരുതെന്ന്. നിന്റെ പൊന്നുനാവ് നീ തുറന്നാൽ കുരുക്കും കുന്നായ്മയും ഒടക്കും പ്രശ്നമോ വഴക്കും മക്കാറും പുക്കാണോ അല്ലാതെ നിന്റെ നാവിനകത്ത് നിന്ന് ഒന്നും വരെ മിണ്ടിപ്പോകരുത്. നീ തമ്പുരാൻ മോശയോട് പറഞ്ഞു മിണ്ടരുതെന്ന് പറയാൻ പറഞ്ഞു. അതെന്നെ ഈ മിണ്ടരുതെന്ന് പറയാൻ കാര്യം നല്ല കാര്യമൊന്നുമല്ല. അതാ വായിച്ചു, നിങ്ങൾ വായിച്ചു. ഇവര് പറഞ്ഞ എന്നാന്ന് ഞാൻ രാവിലെ ഇങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ വചനം ധ്യാനിച്ചപ്പം ആ കാര്യങ്ങൾ സ്തോത്രം ഇങ്ങനെ നോട്ട് ചെയ്തു. ഇവരെ മിണ്ടരുതെന്ന് പറയാൻ കാര്യം ഒരു 5-6 കൂട്ടം കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്ത്. ഒന്ന്, ഇവര് മിണ്ടിയാൽ ആദ്യം മിണ്ടിയത് ശവക്കുഴിയുടെ കാര്യമാണ്. ഇതൊക്കെയായി മിണ്ടുന്നത്, അല്ലാതെ നിത്യതയിൽ പോകണമെന്നുള്ള കാര്യമല്ലല്ലോ. എന്തുവാ ശവക്കുഴി? അങ്ങനെയുള്ളൊരു മിണ്ടരുത്. ഞാൻ ചാകും, ഞാൻ ഇപ്പൊ ചാകും, ഞാൻ കാണിച്ചു തരാം, മിണ്ടിപ്പോകരുത്. നീ ചാകുക അന്ന് പെട്ടെന്ന് പോയി, ഇപ്പൊ സമയം ഉണ്ടായി 1:30 ആകുന്ന ഒരു 1:30 ചാകുകയാണെങ്കിൽ ഒക്കുന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം അടക്കാം. അതല്ല ആരെങ്കിലും വരണേ നാളെ അടക്കാം. ചെല്ലി പേടിപ്പിക്കും. ഞാൻ ആരാന്നറിയാമോ? അതിനറിയാൻ എന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നല്ലവണ്ണം അറിയാം. നിങ്ങളെ അല്ല എനിക്ക് നല്ലവണ്ണം. പിന്നെ ഞാൻ ഷൂപ്പാസും കൂടെ പണ്ടൊരു സഭയിൽ ചെന്ന് പ്രസംഗിച്ചപ്പം കുറച്ച് സഹോദരിമാരുണ്ട്, അല്പം കനമുള്ള സഹോദരി. കനമെന്ന് ഞാൻ നല്ല വാചകക്കസർത്ത് ഫിറ്റ് ചെയ്യുന്ന അമ്മാമ്മയാണ്. അപ്പൊ സൈഡിലായിരിക്കും അമ്മാമ്മ, അവിടുത്തെ മെയിൻ ഒരു അമ്മാമ്മയാണ്. ഞാൻ വിഷയം പറഞ്ഞപ്പോ ഈ തള്ള എവിടെ ചോദിച്ചു, ഇതൊക്കെ അറിയാമോ? ഞാൻ പറഞ്ഞു എല്ലാരെയും അറിയാം, എല്ലാം അറിയാന്ന് പറഞ്ഞു. പിന്നെ തള്ള പോരുന്നടം വരെ അവിടെ ഒരു അടക്കത്ത് ചെന്നപ്പോൾ എല്ലാവരും സാക്ഷി പറഞ്ഞു. TPM സാക്ഷി പറഞ്ഞപ്പോൾ ഓരാച്ചാൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ചരിത്രങ്ങളൊന്നും പറയുന്നില്ല, എല്ലാവരുടെയും ചരിത്രങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ആണ് പുള്ളി നല്ല വൃത്തിയായിട്ട് പറഞ്ഞു. എല്ലാ ചരിത്രങ്ങളും എല്ലാവരുടെയും ചരിത്രങ്ങൾ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു കാര്യം അവിടെ ആരും വരുന്നില്ല.